വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ എനർജി എനിക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് റീഡിങ്സ് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഈ ഒരു റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോഴും എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. ലൈക്ക് ചെയ്യുക. അതുപോലെ സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇപ്പം എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല. കാരണം ഞാൻ കുറച്ച് തിരക്കിലാണ്. കുറച്ച് യാത്രകളും ഒക്കെ ആയിട്ടൊക്കെ കുറച്ച് സ്പിരിച്വൽ പർപ്പസിൻ്റെ ഭാഗമായിട്ട് കുറച്ച് യാത്രകളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് റീഡിങ്സ് ഡെയിലി ഇല്ലാത്തത്. പലവരും മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് ദിവസവും റീഡിങ്സ് ഇല്ലാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ച്. അപ്പോൾ ഇതാണ് കേട്ടോ കാരണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. പുതിയ മാറ്റങ്ങളുമായി ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സമയമാകുമ്പോൾ മാത്രമേ ഈ റീഡിംഗ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു റീഡിങ്ങിൻ്റെ തമ്പനെയില് ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ കണ്ണിൽ പെടുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ കൺമുന്നിൽ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും യൂണിവേഴ്സ് എന്തൊക്കെയോ പ്രധാനപ്പെട്ടതായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ റിലേഷൻഷിപ്പിൽ പുതിയ മാറ്റങ്ങൾ വരുന്നു. നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും പല വിധത്തിലുള്ള മാറ്റങ്ങൾ വരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ റീഡിംഗ് നിങ്ങളുടെ കൺമുന്നിൽ വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഉറപ്പിച്ചോളൂ. അത് നിങ്ങൾ ഉറപ്പിച്ച് വിശ്വസിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇപ്പൊ പുതിയ ആൾക്കാർ കാണുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഓൾറെഡി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടാകാം, പുതിയ ആൾക്കാർ കാണുന്നുണ്ടാകാം. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യൂണിവേഴ്സിൽ എന്തൊക്കെയോ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചും നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചും, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകാം. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് നിങ്ങളുടെ കൺമുന്നിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ പറയാ, ഈ പേഴ്സന്റെ എനർജിയിലേക്ക് നമുക്ക് പോകാം. ഈ പേഴ്സൺ എന്തൊക്കെ മാറ്റങ്ങളാണ്, എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ സത്യാവസ്ഥ, ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. നിങ്ങളുടെ പേഴ്സണെ നന്നായിട്ട് മനസ്സിൽ വിചാരിക്കുക. നിങ്ങളുടെ പേഴ്സന്റെ മുഖം മനസ്സിൽ വിചാരിച്ചിട്ട് ഈ റീഡിംഗ് കാണുക. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് യെസ് ഐ ആം ഓൾവേസ് ഇന്നഫ്, ഡോണ്ട് ഡൗട്ട് യുവർ വർത്ത് എന്നാണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സണ് ഭയങ്കരമായിട്ടുള്ളൊരു മാറ്റം വന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഡോണ്ട് ഡൗട്ട് യുവർ വർത്ത് എന്നാണ്. അവനവന്റെ വിലയെക്കുറിച്ച് അവനവൻ സംശയിക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരുപാട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാകാം. ഒരുപാട് അനാവശ്യമായിട്ടുള്ള വ്യക്തികളുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടാകാം. ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിലായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ആ പ്രശ്നങ്ങളെയെല്ലാം തൻ്റെ ഇടത്തോടു കൂടി നേരിടേണ്ടതിന് പകരം ഈ പേഴ്സൺ ഒരു പക്ഷേ ഒളിച്ചോടുകയായിരിക്കാം ചെയ്തിട്ടുണ്ടാവുന്നത്. ഇപ്പം നിങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് ആ പ്രശ്നങ്ങളെല്ലാം നേരിടുന്നതിന് പകരം ഈ പേഴ്സൺ ഒളിച്ചോടി പോവുകയായിരിക്കാം ചെയ്തിട്ടുണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എങ്ങാനും ഈ പേഴ്സൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പേഴ്സൺ അതിനോട് ഖേദിക്കുന്നു, വിഷമിക്കുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത്. കാരണം ഡോണ്ട് ഡൗട്ട് യുവർ വർത്ത് എന്നാണ്. അതായത് ഈ പേഴ്സന്റെ പ്രാധാന്യം എത്രത്തോളം വലുതാണെന്ന് ഈ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഈ പേഴ്സൺ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും, എത്രത്തോളം പവർഫുൾ ആണ് ഈ വ്യക്തി എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ വ്യക്തിക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തെന്നില്ലാത്തൊരു കോൺഫിഡൻസ് ആണ് നമുക്ക് ഈ വ്യക്തിയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. എനിക്ക് വേറെ ആരുടെയും ആവശ്യമില്ല, എനിക്ക് ഞാൻ തന്നെ ധാരാളം, ഞാൻ തന്നെ ഇതിലത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞാൻ തന്നെ മതിയാകും
എനിക്ക് വേറെ ആരുടെയും ആവശ്യമില്ല എന്നുള്ള ഒരു തൻ്റെടത്തോടു കൂടി നിൽക്കുന്ന ഒരു എനർജീനെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി എന്താണ് ഈ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത്? പെർഫെക്ഷൻ ആണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ പെർഫെക്റ്റ് അല്ലാത്ത വിധത്തിൽ ഒരുപാട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളും ഈ പേഴ്സണുമായിട്ടുള്ള പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ ഇഷ്ടമായിരിക്കാം. നിങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇഷ്ടമില്ലായിരിക്കാം, ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സന്തോഷമില്ലായിരിക്കാം, മര്യാദക്കല്ലായിരിക്കാം നിങ്ങൾ രണ്ടുപേരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് പെർഫെക്ഷൻ ആണ്. പെർഫെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതിനെന്താ പറയുക, ഒരു പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ, എല്ലാം കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് കൊണ്ടുപോകണം എന്ന് പറയുന്ന ഒരവസ്ഥ അല്ല. എല്ലാം ക്ലിയർ ആണ്. ഇപ്പൊ ആരെങ്കിലും ചോദിക്കുകയാണ് നിങ്ങളുടെ പ്രണയം എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കണമെങ്കിൽ ഓക്കേടാ, ഓക്കെ ആണ്, പെർഫെക്റ്റ് ആണ്, ഓൾ റൈറ്റ് ആണ്, പ്രശ്നങ്ങളൊന്നുമില്ല, വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്ന ലെവലിലേക്ക് കൊണ്ടുവരാനാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ പെർഫെക്ഷൻ ആണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. യെസ്, ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സന്റെ ജീവിതത്തിൽ വേറെ ആൾക്കാർ കടന്ന് ആക്രമണം അല്ലെങ്കിൽ കടന്നു കയറ്റം, വേറെ ആൾക്കാരുടെ കടന്നു കയറ്റം ഉണ്ടായിരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യമാണെങ്കിലും നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ഈ പേഴ്സണ് വേറെ ആൾക്കാരുടെ അഭിപ്രായവും കൂടി വേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതായത് വേറെ ആൾക്കാരുടെ അഭിപ്രായവും കൂടി വേണം. അതൊരു പക്ഷെ തേർഡ് പാർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ആൾക്കാർ, വേറെ കൂട്ടുകാരായിരിക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്ന വ്യക്തിയായിരിക്കാം, ചിലപ്പോൾ ഈ പേഴ്സന്റെ സ്വന്തം അമ്മയായിരിക്കാം. എക്സാമ്പിൾസ് പറയാണ്, ഓരോരുത്തരുടെ കേസുകളിൽ വ്യത്യസ്ത ആൾക്കാരായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ വ്യക്തി എപ്പോഴും മറ്റുള്ളവരുടെ അഭിപ്രായം നോക്കി നിൽക്കുന്നതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. മറ്റുള്ളവരുടെ അഭിപ്രായം നോക്കി നിൽക്കുക, മറ്റുള്ളവർ പറയുന്നത് എന്താണോ അത് അതേപടി അനുസരിക്കുക, അതിനനുസരിച്ച് മുന്നോട്ട് പോവുക, അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, എനിക്ക് വേറെ ആൾക്കാരുടെ ആവശ്യം വേണ്ട, എനിക്ക് വേറെ ആൾക്കാരുടെ ആവശ്യമില്ല, എനിക്ക് വേറെ ആൾക്കാരുടെ സാന്നിധ്യം അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ അഭിപ്രായം, വേറെ ആൾക്കാരുടെ തീരുമാനം എനിക്ക് ആവശ്യമില്ല, എനിക്ക് ഞാൻ തന്നെ ധാരാളം എന്നുള്ളൊരു മെന്റാലിറ്റിയിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ റിലീസ് ദ ഓൾഡ് ആൻഡ് റെസ്റ്റ് എന്നാണ്. ഇപ്പോൾ ഈ പേഴ്സൺ ഒരു റെസ്റ്റിംഗ് എനർജിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പഴയ കാര്യങ്ങളൊക്കെ മറന്നു കളഞ്ഞു. കാരണം പഴയ കാര്യങ്ങൾ ഒരുപാട് ഉണ്ടാകാം, ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംഭവിച്ചിട്ടുണ്ടാകാം. തല്ലുപിടുത്തം, വാക്ക് തർക്കം, സംശയക്കുറവ്, അതായത് സംശയം വരിക, വിശ്വാസക്കുറവ് എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടാകാം. അപ്പോൾ പഴയ കാര്യങ്ങളെല്ലാം കളഞ്ഞിട്ട് ഇപ്പോൾ ഒരു റെസ്റ്റിംഗ് എനർജിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. അതാണ് ഈ പേഴ്സൺ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെ ആയപ്പോൾ ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ജഡ്ജ്മെന്റ് എനർജിയിലേക്ക് പോയി എന്നാണ് കാണിക്കുന്നത്. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഈ പേഴ്സൺ നിങ്ങളെ മാറ്റി നിർത്തി. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ട് ഈ പേഴ്സൺ നിങ്ങളെ മാറ്റി നിർത്തി, നിങ്ങളെ വേണ്ടാന്ന് വെച്ചു, നിങ്ങളെ തെറ്റിദ്ധരിച്ചു. പക്ഷെ അവിടെ പെട്ടുപോയത് ആരാണ്? അവിടെ ഒറ്റപ്പെട്ടു പോയത് ആരാണ്? ഈ പേഴ്സൺ ആണ്. അപ്പോൾ ഈ പേഴ്സൺ ഒറ്റപ്പെട്ടു പോയ ആ ഒരു സാഹചര്യത്തെ കുറിച്ചാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പേഴ്സൺ തേർഡ് പാർട്ടീനെ ഇഷ്ടപ്പെട്ടു, തേർഡ് പാർട്ടീനെ വിശ്വസിച്ചു, നിങ്ങളെ മാറ്റി നിർത്തി, നിങ്ങളെ വേണ്ടാന്ന് വെച്ചു, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റാണ് എന്ന് മുദ്ര കുത്തി. പക്ഷേ ഈ പേഴ്സൺ എന്താണ് തിരിച്ചു കിട്ടിയത്? തേർഡ് പാർട്ടിയുടെ ഭാഗത്ത് നിന്നും വിശ്വാസവഞ്ചനയും ചതിയുമാണ് ഈ വ്യക്തിക്ക് നേരിടേണ്ടി വന്നത്. അപ്പോൾ നിങ്ങളെ മാറ്റി നിർത്തിയപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ളത് ഈ വ്യക്തിയാണ്. അതുകൊണ്ട് ഈ പേഴ്സന്റെ ആ ഒരു ജഡ്ജ്മെന്റിലായ കാലഘട്ടത്തെ കുറിച്ച് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ജീവിത പാഠം കൂടിയാണ്. ഓക്കെ, അതുപോലെ തന്നെ യെസ്, ഈ പേഴ്സണ് പല കാര്യത്തിലും തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ കഴിവില്ലായിരുന്നു.
ഇപ്പോൾ തേർഡ് പാർട്ടി മറ്റുള്ളവരൊക്കെ ഈ പേഴ്സണെ ഒരുപക്ഷെ എന്താ പറയുക കൺട്രോൾ ചെയ്യുന്നത് കൊണ്ടാകാം ഈ പേഴ്സണ് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാനുള്ള കഴിവില്ലായിരുന്നു. അപ്പോൾ അത് ആ ഒരു സ്വഭാവം നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് ഈ വ്യക്തി തിരിച്ചറിയുകയാണ്. അപ്പൊ നിങ്ങളുമായിട്ട് ഒരുമിച്ച് കല്യാണം കഴിക്കാം, അതൊരു തീരുമാനമാണ്. നിങ്ങളുമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകാം, അതൊരു തീരുമാനമാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സ് തുറന്ന് സംസാരിച്ച് കുറ്റങ്ങളും പ്രശ്നങ്ങളും എല്ലാം പറഞ്ഞ് കീഴടങ്ങാം, അതൊരു തീരുമാനമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല പല പ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ ഈ വ്യക്തിക്ക് എടുക്കാമായിരുന്നു, പക്ഷെ ഈ വ്യക്തി എടുത്തില്ല. ആ തീരുമാനങ്ങൾ എടുക്കുന്നതിന് പകരം അവിടെ നിശബ്ദത പാലിച്ചു. അപ്പൊ ആ ഒരു കാര്യം നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അത് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത്ഭുതങ്ങളുടെ നാളേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ കാത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരുപാട് ബട്ടർഫ്ലൈസിനെ കാണാനായിട്ട് പറ്റും. ഇപ്പൊ നിങ്ങളാണെങ്കിലും റെഡ് ബട്ടർഫ്ലൈ, ബ്ലാക്ക്, വൈറ്റ്, യെല്ലോ, ഓറഞ്ച് എന്നിങ്ങനെയുള്ള ഒരുപാട് ബട്ടർഫ്ലൈസ്, ഒരുപാട് ചിത്രശലഭങ്ങളെ നിങ്ങൾ കാണുന്നുണ്ടാകാം, നിങ്ങളുടെ പേഴ്സണും കാണുന്നുണ്ടാകാം. അപ്പോൾ ഇത് കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഡിവൈൻ കാർഡാണ്. ഇതൊരു ഡിവൈൻ എനർജിയിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ള കാർഡാണ്. അപ്പോൾ ഡിവൈൻ എനർജി എന്ന് പറയുന്നത്, അതായത് ഡിവൈനിന്റെ ഒരു എനർജി എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങൾ ലിമിറ്റ്ലെസ് ആണ്. നിങ്ങളുടെ പ്രണയബന്ധത്തെ ആർക്കും തകർക്കാനോ ഇല്ലാതെയാക്കാനോ സാധിക്കത്തില്ല. മനസ്സിലായോ? നിങ്ങൾ ലിമിറ്റ്ലെസ് ആണ്. നിങ്ങൾ എവിടെയും നിയന്ത്രിക്കാനോ ഇല്ലാണ്ടാക്കാനോ തകർക്കുവാനോ സാധിക്കുകയില്ല. മനസ്സിലായോ? നിങ്ങൾ ലിമിറ്റ്ലെസ് ആണ്, അതായത് ഒരു ലിമിറ്റ് നിങ്ങൾക്കില്ല. അപ്പൊ നിങ്ങൾ ബട്ടർഫ്ലൈസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും നിങ്ങൾ ലിമിറ്റ്ലെസ് ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങളുടെ പ്രണയം എന്ന് പറയുന്നത് ആർക്കും തല്ലിക്കെടുത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് യൂണിവേഴ്സ് നിങ്ങളോട് ഇതിനെക്കുറിച്ച് പറയാനായിട്ട് താല്പര്യപ്പെടുന്നത്. ആൻഡ് ഓൾസോ ദ ഓവറോൾ എനർജി ഈസ് ദ ഹിഡൻ നോളജ്, സൈലന്റ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതായത് ഈ പേഴ്സൺ ഇപ്പോൾ നിശബ്ദമായിട്ടായിരിക്കാം ഇരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി മിണ്ടാതിരിക്കുന്നുണ്ടാകാം, കാര്യങ്ങൾ സംസാരിക്കുന്നില്ലായിരിക്കാം, നിശബ്ദമായിട്ടിരിക്കുന്നുണ്ടാകാം. പക്ഷെ നിങ്ങളുടെ വ്യക്തി ഓരോ കാര്യവും അറിഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്, ഓരോ കാര്യവും മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ ആരാണ് കുറ്റക്കാര്, ഇവിടെ ആരാണ് മോശപ്പെട്ട ആൾക്കാർ, ഇവിടെ ആരാണ് നല്ല വ്യക്തികൾ, ആരാണ് ഇവിടെ തെറ്റുകൾ ചെയ്യുന്നത്, ആരാണ് ഇവിടെ മറഞ്ഞു നിന്ന് കുറ്റങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പറ്റിക്കുന്നത് ആരാണ്, ഇതെല്ലാം ഈ പേഴ്സൺ നിശബ്ദമായിട്ടിരുന്നു കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇത്രയും മാറ്റങ്ങളാണ് നിങ്ങളുടെ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ മാത്രമേ ഈ റീഡിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും ഈ റീഡിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.